അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ചധികം നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ. ഈ വീഡിയോ എടുത്ത ആംഗിളൊന്നും ശരിയല്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട് ഹസ്ബൻഡ് ഇവിടെ എടുത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വീട്ടിൽ സ്റ്റേ ചെയ്യാറില്ല. ശരിക്കും എൻ്റെ അച്ഛൻ എറണാകുളത്തുകാരൻ, അമ്മ തൃശ്ശൂർക്കാരാണ്. കുറച്ച് നാൾ തൃശ്ശൂരായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും എറണാകുളത്തോട്ട് താമസം മാറിയ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അതുകൊണ്ടാണ് നമ്മുടെ വീട് എടുത്തത് കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളയപ്പമായിരുന്നു. ഇതൊരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ടാവും, നന്നായിട്ട് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴുവ കറി വയ്ക്കാൻ മറക്കാം, പിന്നെ അച്ചിങ്ങ വളർത്താനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ തീർക്കണം എന്നുള്ളൊരു മൈൻഡിലുള്ളതാണ്. ഞായറാഴ്ചയാണ് ഞാൻ എനിക്കാനായിട്ട് കുറച്ച് വൈകാറ്. അപ്പോൾ കുഴുവ കറി വെക്കണത് ഇതിന് മുമ്പ് തന്നെ നന്നാക്കണതിന് മുമ്പ് തന്നെ കുറച്ച് കുടമ്പുളി എടുത്തിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് വെള്ളത്തിലേക്ക്. ഇത് മഴ പിടിച്ചൊരു സമയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിറച്ച് തുളസി കാട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളത് ക്ലീൻ ആക്കി കേട്ടോ. എൻ്റെ അമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ, ഭയങ്കര ക്ലീൻ നീറ്റായിട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അപ്പം അമ്മ എല്ലാം പക്കേറ്റ് ചെയ്തോളും. നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത്ര തൃപ്തിയാവാറില്ല. അത് മാത്രമല്ല ഞാൻ അതിലൊന്നും എക്സ്പേർട്ടും അല്ല. എനിക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല, ചില കാര്യങ്ങൾ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് മാത്രം. അതല്ലാണ്ട് അടുക്കളയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുഴുവക്കറി ഇപ്പോൾ ഞാൻ യൂഷ്വലി മീൻ കറി വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വീണ്ടും വഴട്ടും. എന്നിട്ട് പൊട്ടിയുടെ പച്ചമണം മാറുമ്പോൾ പുളിയിട്ട വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു തിള വരുമ്പോൾ മീനിട്ട് തിളച്ച് അതിൽ എണ്ണ പൊന്തി വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ മീൻ വറുക്കാനും അത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വിനാഗിരി ചേർത്തിട്ട് കുറച്ച് നേരം കൂട്ടി വയ്ക്കും. അതിനുശേഷം വറക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീൻ വറക്കണ പാൻ വാങ്ങിച്ചത് ഈ ഒരു റീസെൻ്റായിട്ടാണ്. ഏകദേശം ഒരു 1 year അടുത്താവണുള്ളൂ. നല്ല പാനാണ്, ഇറ്റാലിയൻ കൈൻഡ് ഓഫ് ആണെന്ന് തോന്നുന്നു മെറ്റീരിയൽ. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിടി വരെ നമുക്ക് ഭയങ്കര ചൂട് വരും. അപ്പോൾ നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ആ പാത്രം എടുക്കാനേ പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള, പിന്നീട് റീസെൻ്റായിട്ട് യൂസ് ചെയ്യാൻ ഉറപ്പുള്ള സ്റ്റവിൽ മാത്രമേ ഞങ്ങളത് വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ മീൻ വറുത്തത് ഇവിടെ മസ്റ്റാണ്. ഇവിടെ എപ്പോഴും മീൻ വറക്കാറുണ്ട്. മീൻ കറിയായിട്ട് മാത്രം യൂസ് ചെയ്യാറില്ല. വളരെ അപൂർവമായിട്ട് കറികൾ മാത്രമായിട്ട് വെക്കാറുള്ളൂ. അത് ഈ ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ, കേര, ചൂര അങ്ങനെയുള്ള മീനുകൾ മാത്രമേ അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ മുളക് കറിയും തേങ്ങ ഒഴിച്ച കറികളും വെക്കാറുണ്ട്. ചില മീനുകളൊക്കെ എപ്പോഴും മുളക് കറി വെക്കണതാണല്ലോ ഇഷ്ടം. ഇവിടെ എപ്പോഴും ഇതൊരു സാറ്റർഡേയിലെ വീഡിയോ ആണ്. സൺഡേസിൽ മിക്കവാറും ദിവസം നോൺ വെജ് ഉണ്ടാവും. പിന്നെ ആ ഒരു വീക്കിൽ അതിനിടയിൽ 2 ദിവസങ്ങളിൽ മീറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ സൺഡേസിൽ അത് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലും അങ്ങനെയൊക്കെ. പിന്നെ വെള്ളമൊക്കെ നമുക്ക് പിടിച്ച് വെക്കണം. ഇവിടെ വേറെ കിണറുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും ഞാൻ അതിനിടയിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കൊരു വാലം തുമ്പും ഇല്ല. എന്നാലും ഞാൻ എൻ്റെ ഗാലറി ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ കളയുണ്ടായിരുന്നു. പിന്നെ അച്ചിങ്ങ വേവിക്കാനും ചെമ്മീൻ ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ വളർത്താറ്. അത് വൈപ്പിൽ ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് അങ്ങനത്തെ ശീലങ്ങൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ